അവന്റെ തന്ത്രമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയിലൂടെ, എൻ്റെ സഹോദരങ്ങളിലൂടെ, എൻ്റെ കൂടപ്പുറപ്പിലൂടെ, എൻ്റെ അയൽവാസിയിലൂടെ എന്നെ വെറുപ്പിലിടാനുള്ള പിശാചിന്റെ തന്ത്രമായിരുന്നുവെന്ന്, എന്നെ ആത്മനാശത്തിലേക്ക് ഇടാനുള്ള അവന്റെ തന്ത്രമായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നിടത്താണ് മോനെ ആ മേഖലയിൽ വലിയ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാനും ക്ഷമിക്കാനുള്ള കരുത്തെടുക്കാനും പറ്റും. പിശാചിന്റെ ചില തന്ത്രങ്ങളെ കുറിച്ച് പറയാൻ പോവാണ്. ഇനി ഒരുവനെ പാപത്തിലേക്ക് പിശാചിന് വീഴിക്കാൻ പറ്റിയില്ല എങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്? പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഒരുവനെ പാപത്തിലിട്ട് അവന്റെ മേലെ ആധിപത്യം ഉറപ്പിച്ച് അവന്റെ ആത്മാവിന്റെ ആത്മരക്ഷ അപകടത്തിലാക്കി അങ്ങനെ ദൈവാനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താനുള്ള പിശാചിന്റെ ഈ തന്ത്രം ഫലിച്ചില്ല എങ്കിൽ പിശാച് എടുക്കുന്ന അടുത്ത തന്ത്രം എന്താണെന്നറിയാമോ? നിങ്ങളെടുക്കുക 2 കൊരിന്തോസ് 11-ാം അധ്യായം 3-ാമത്തെ വചനം. അവിടെ പിശാചിന്റെ ഒരു തന്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിക്കണേ, ഒരുവനെ പാപത്തിൽ വീഴിക്കാൻ പറ്റിയില്ല എങ്കിൽ പിശാച് അടുത്ത തന്ത്രം നോക്കും. പിശാച് നല്ല തന്ത്രശാലിയാണ്. ഒരുവനെ പാപത്തിൽ വീഴിച്ച് അവന്റെ മേലെ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിശാച് എടുക്കുന്ന അടുത്ത തന്ത്രമാണ് അവനെ എങ്ങനെയെങ്കിലും അവന്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കും. അവന്റെ ലക്ഷ്യം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അവന്റെ ആത്മരക്ഷ എന്ന ഈ ലക്ഷ്യത്തിൽ നിന്നും ഒരുവനെ പിശാച് വ്യതിചലിപ്പിക്കും. അതിനവൻ ആദ്യം ചെയ്യുന്നതിനാണെന്നറിയോ? ഒരുവന്റെ വിശ്വാസത്തിന്റെ മേഖലയിൽ അവൻ വ്യതിചലനങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വചനം ഒന്ന് വായിച്ച്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ലക്ഷ്യം പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളതാണെന്ന് വിചാരിക്കുക. ഒരു പയ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. പ്രാർത്ഥനയൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നതാണ്. ഒരു വിധത്തിൽ അവന്റെ പഠനത്തെ, അവന്റെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പൊ പിശാച് എന്നറിയാമോ? ഇവനെ ഈ പഠന മേഖലയിൽ അല്പം വ്യതിചലനങ്ങൾ ഉണ്ടാക്കും. അതായത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പറയും, നീ പഠിച്ചോ, അതിന്റെ കൂടെ തന്നെ ഫ്രണ്ട്ഷിപ്പും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നീ പഠിച്ചോ, അതിന്റെ കൂടെ തന്നെ നിനക്ക് ചാറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ കുറെ നേരം പഠിച്ചു കഴിയുമ്പോ കുറച്ചു നേരം ചാറ്റ് ചെയ്യാലോ. പഠിച്ചു തലയൊക്കെ കണ്ട് ചൂടായി കഴിയുമ്പോ കുറച്ചു നേരം ഇരുന്ന് ചാറ്റ് ചെയ്യാലോ, അല്ലെങ്കിൽ ഇച്ചിരി നേരമൊക്കെ ഗെയിം കളിക്കാലോ. ശ്രദ്ധിക്കണേ, പിശാചിന്റെ ഒരു തന്ത്രമാണത്. അവന്റെ ലക്ഷ്യം എന്താണ്? അവന്റെ ലക്ഷ്യം ജീവിത വിജയമാണ്, അല്ലെങ്കിൽ പഠനത്തിലുള്ള വിജയമാണ്. അതിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ തക്ക വിധത്തിൽ ശത്രു അവനെ ഏതെങ്കിലും രീതിയിൽ മറ്റെന്തിലേക്കെങ്കിലും കൊണ്ടെത്തിക്കും. നമ്മള് നേരിട്ട് പാപത്തിൽ വീഴിക്കാൻ പറ്റിയില്ല എങ്കിൽ പിശാചിന് വേറെ തന്ത്രങ്ങളുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാന തന്ത്രമാണ് അവൻ നമ്മെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കും. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ചിലവരെ എന്ത് ചെയ്യുന്നറിയോ? വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കും. ഇവരെ പാപത്തിലേക്ക് കൊണ്ടുപോകണം നിർബന്ധമില്ല, ഇവരെ മാരക പാപത്തിൽ കൊണ്ടുവരണം നിർബന്ധമില്ല. പക്ഷേ ചിലപ്പോ ഇവരുണ്ടായിരുന്ന ആ വിശ്വാസത്തിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കും, വേറെ വഴിക്ക് കൊണ്ടുപോകും. ചിലരൊക്കെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകും, ചിലരൊക്കെ മറ്റു ചില ബോധ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ചിലരൊക്കെ എല്ലാം ഓക്കെയാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്, എല്ലാം ഓക്കെയാണ്, അവിടെ പോയാലും കുഴപ്പമില്ല. യേശു ഏക സത്യ ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിൽ നിന്നും ഒരുവനെ വ്യതിചലിപ്പിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ്. എന്നിട്ട് വിശ്വാസത്തിൽ നിരക്കാത്ത പല കാര്യങ്ങളിലേക്ക് ഒരുവനെ കൊണ്ടുപോകും. പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവൻ മന്ത്രവാദവും ചെയ്യും, ആഭിചാര ക്രിയയും ചെയ്യും, സാത്താൻ സേവയ്ക്കും പോകും, സകല കലാപരിക്കും.